നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം പൊട്ടി അൽ നസ്ർ വീണ്ടും പൊട്ടി. 2026 കളിച്ച 2 കളികളും പൊട്ടിയിരിക്കുകയാണ്. അൽ ഖാദിസിയക്കെതിരെ 2-1 പരാജയമാണ് അലവാൽ പാർക്കിൽ റിയാദിൽ വെച്ച് അൽ നസ്ർ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ഖാദിസിയയ്ക്ക് വേണ്ടി കിനോനസും നാൻഡസും ഗോൾ അടിച്ചപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ പെനാൽറ്റിയിലൂടെ ഒരു ഗോള് അൽ നസ്റിനായിട്ട് മടക്കി. നോക്കുക, 10 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 10ഉം വിജയിച്ച് 1ാം സ്ഥാനത്തായിരുന്നു പ്രോ ലീഗിൽ അൽ നസ്ർ ഉണ്ടായിരുന്നത്. പക്ഷേ 2025 അവസാനത്തിൽ നടന്ന മത്സരം അൽ ഇത്തിഫാക്കിനെതിരെ 2-2 സമനില. തൊട്ടു പിന്നാലെ 2026 ആദ്യ മത്സരം അൽ അഹ്ലിയോട് 3-2 തോറ്റു. അതിന് പിന്നാലെ ഇതാ അൽ ഖാദിസിയയോട് 2-1 തോറ്റിരിക്കുന്നു. അങ്ങനെ 1ാം സ്ഥാനത്ത് വിരാജിച്ചിരുന്ന അൽ നസ്ർ ഇപ്പോൾ 1ാം സ്ഥാനത്തുള്ള അൽ ഹിലാലിനേക്കാൾ 4 പോയിന്റ് പുറകിലായി കഴിഞ്ഞു. സോ കിരീട പോരാട്ടത്തിൽ അൽ നസറിന് കനത്ത തിരിച്ചടി ഏറ്റുകഴിഞ്ഞു എന്നർത്ഥം. 13 കളികളിൽ നിന്ന് 35 പോയിന്റാണ് അൽ ഹിലാലിനെങ്കിൽ 13 കളികളിൽ നിന്ന് 31 പോയിന്റേ ഉള്ളൂ. ഇപ്പോൾ അൽ നസറിന് വല്ലാത്തൊരു സ്ഥിതിയിലേക്ക് അവർ വീണുപോയിരിക്കുന്നു എന്നർത്ഥം. സൗദി പ്രോ ലീഗിൽ അപരാജിത കുതിപ്പ് നടത്തുന്ന ഒരേ ഒരു ടീം ഇപ്പോഴുള്ളൂ, അത് അൽ ഹിലാലാണ്. 13 കളി 11 വിജയം 2 സമനില, ഒരു കളിയും തോറ്റിട്ടില്ല. ഏതായാലും ഈ മത്സരത്തിൽ അൽ നസറിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയും ജാവോ ഫെലിക്സും കിങ്സ്ലി കോമനും ഒക്കെ ഒരുമിച്ച് അണിനിരന്നതും. പക്ഷെ മറുഭാഗത്ത് മാറ്റിയോ റെറ്റഗിയും കിനോനസും ചേർന്നുകൊണ്ടാണ് അൽ ഖാദിസിയയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. ആദ്യ പകുതി ഗോൾ രഹിതമായ മത്സരത്തിന്റെ 2ാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ അൽ ഖാദിസിയ ലീഡ് എടുത്തിരുന്നു. കിനോനസിലൂടെ അവർ ആദ്യ ഗോൾ അടിച്ചു. 66ാമത്തെ മിനിറ്റിൽ നാൻഡസിലൂടെ 2ാമത്തെ ഗോളും വന്നു. അങ്ങനെ മത്സരം അൽ ഖാദിസിയെ പിടിക്കുകയായിരുന്നു. ഒടുവിൽ ലഭിച്ച പെനാൽറ്റി ക്രിസ്ത്യാനോ റൊണാൾഡോ ഗോളാക്കി മാറ്റി 2-1 എന്ന രൂപത്തിലേക്ക് സ്കോർ ലൈൻ മാറ്റിയെങ്കിലും അൽ നസറിന് വിജയിക്കാൻ കഴിഞ്ഞ നിരവധി അവസരങ്ങൾ അൽ നസറിന് ഉണ്ടായിരുന്നു. പലതും അവർക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോയതോടുകൂടി മത്സരം പരാജയപ്പെടുന്ന അവസ്ഥയായിരുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.